വെൽക്കം ടു വൈൽഡ് മെലോ. ഇന്നത്തെ വീഡിയോ 2025 മാർച്ച് മാസം തൊഴിൽ വാർത്തയുടെ രണ്ടാമത്തെ ലക്കത്തിൽ വന്നിട്ടുള്ള കറണ്ട് അഫയേഴ്സ് ചോദ്യങ്ങളാണ്. ലെറ്റ്സ് സ്റ്റാർട്ട്. അടിയന്തരാവസ്ഥ കാലത്ത് ജയിൽവാസം അനുഭവിച്ചവർക്ക് പ്രതിമാസം 20,000 രൂപ പെൻഷൻ അനുവദിച്ച സംസ്ഥാനം ഒഡീഷ. അടിയന്തരാവസ്ഥ കാലത്ത് ജയിൽവാസം അനുഭവിച്ചവർക്ക് പ്രതിമാസം 20,000 രൂപ പെൻഷൻ അനുവദിച്ച സംസ്ഥാനം ഒഡീഷ. ജമ്മു കാശ്മീരിലെ ഏത് നഗരത്തിലേക്ക് വർഷം മുഴുവൻ യാത്ര സാധ്യമാകുന്ന തുരങ്കപാതയാണ് അടുത്തിടെ ഉദ്ഘാടനം ചെയ്യപ്പെട്ടത്? സോനാമാർഗ്. ജമ്മു കാശ്മീരിലെ ഏത് നഗരത്തിലേക്ക് വർഷം മുഴുവൻ യാത്ര സാധ്യമാകുന്ന തുരങ്കപാതയാണ് അടുത്തിടെ ഉദ്ഘാടനം ചെയ്യപ്പെട്ടത്? സോനാമാർഗ്. അടുത്തിടെ സുപ്രീം കോടതി ജഡ്ജിയായ മലയാളി ജസ്റ്റിസ് കെ വിനോദ് ചന്ദ്രൻ. അടുത്തിടെ സുപ്രീം കോടതി ജഡ്ജിയായ മലയാളി ജസ്റ്റിസ് കെ വിനോദ് ചന്ദ്രൻ. ഇന്ത്യൻ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ എത്രാമത് വാർഷികമാണ് അടുത്തിടെ ആഘോഷിച്ചത്? 150ാമത്. ഇന്ത്യൻ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ എത്രാമത് വാർഷികമാണ് അടുത്തിടെ ആഘോഷിച്ചത്? 150ാമത്. രാജ്യത്തെ ഓരോ കുടുംബത്തിനും കാലാവസ്ഥാ വിവരങ്ങൾ തത്സമയം ലഭ്യമാക്കാൻ ലക്ഷ്യമിട്ടുള്ള പദ്ധതി മൗസം മിഷൻ. രാജ്യത്തെ ഓരോ കുടുംബത്തിനും കാലാവസ്ഥാ വിവരങ്ങൾ തത്സമയം ലഭ്യമാക്കാൻ ലക്ഷ്യമിട്ട് ഉള്ള പദ്ധതി മൗസം മിഷൻ. 2025 ജനുവരി 13 സൂര്യനോട് ഏറ്റവും അടുത്തുള്ള പോയിന്റിലെത്തിയ വാൽ നക്ഷത്രം കോമറ്റ് G3 അറ്റ്ലസ്. 2025 ജനുവരി 13 സൂര്യനോട് ഏറ്റവും അടുത്തുള്ള പോയിന്റിലെത്തിയ വാൽ നക്ഷത്രം കോമറ്റ് G3 അറ്റ്ലസ്. 15 മാസം പിന്നിട്ട ഗാസ യുദ്ധത്തിന് വിരാമം കുറിച്ച് ഇസ്രായേലും ഹമാസും തമ്മിലുള്ള 42 ദിവസത്തെ വെടിനിർത്തൽ കരാർ പ്രാബല്യത്തിൽ വന്നത് എന്നാണ്? 2025 ജനുവരി 19. 15 മാസം പിന്നിട്ട ഗാസ യുദ്ധത്തിന് വിരാമം കുറിച്ച് ഇസ്രായേലും ഹമാസും തമ്മിലുള്ള 42 ദിവസത്തെ വെടിനിർത്തൽ കരാർ പ്രാബല്യത്തിൽ വന്നത് എന്നാണ്? 2025 ജനുവരി 19. 2025 ഇന്ത്യയുടെ 76ാമത് റിപ്പബ്ലിക് ദിനാഘോഷ ചടങ്ങുകളിൽ മുഖ്യ അതിഥി ആരായിരുന്നു? പ്രൊബോവോ സുബിയാന്തോ ഇന്തോനേഷ്യൻ പ്രസിഡന്റ് ആയിരുന്നു. 2024 ഇമ്മാനുവൽ മാക്രോൺ ആണ് ഫ്രഞ്ച് പ്രസിഡന്റ്. 2025 ഇന്ത്യയുടെ 76ാമത് റിപ്പബ്ലിക് ദിനാഘോഷ ചടങ്ങുകളിൽ മുഖ്യ അതിഥി ആരായിരുന്നു? പ്രൊബോവോ സുബിയാന്തോ ഇന്തോനേഷ്യൻ പ്രസിഡന്റ്. 2024 ഇമ്മാനുവൽ മാക്രോൺ ഫ്രഞ്ച് പ്രസിഡന്റ് ആയിരുന്നു. ഭൂമിയുടെ ഭ്രമണപഥത്തിൽ 2 ഉപഗ്രഹങ്ങളെ കൂട്ടിയോജിപ്പിക്കുന്ന സ്പേസ് ഡോക്കിംഗ് പ്രക്രിയ ISRO വിജയകരമായി പൂർത്തിയാക്കി. പേടകങ്ങളുടെ പേര് SDX-01, STS-02. ഭൂമിയുടെ ഭ്രമണപഥത്തിൽ 2 ഉപഗ്രഹങ്ങളെ കൂട്ടിയോജിപ്പിക്കുന്ന സ്പേസ് ഡോക്കിംഗ് പ്രക്രിയ ISRO വിജയകരമായി പൂർത്തിയാക്കി. പേടകങ്ങളുടെ പേര് STS-01, STS-02. 2025 സ്പാനിഷ് സൂപ്പർ കപ്പ് ഫുട്ബോളിൽ ചാമ്പ്യന്മാരായത് ബാഴ്സലോണ. 2025 സ്പാനിഷ് സൂപ്പർ കപ്പ് ഫുട്ബോളിൽ ചാമ്പ്യന്മാരായത് ബാഴ്സലോണ. 2025 സ്പാനിഷ് സൂപ്പർ കപ്പ് ഫുട്ബോളിന്റെ വേദി ജിദ്ദ, സൗദി അറേബ്യ. 2025 സ്പാനിഷ് സൂപ്പർ കപ്പ് ഫുട്ബോളിന്റെ വേദി ജിദ്ദ, സൗദി അറേബ്യ. ഗോത്ര സമരനായകനായ ബിർസ മുണ്ടയുടെ 150ാമത് ജന്മവാർഷികത്തോടനുബന്ധിച്ച് ആരംഭിച്ച കേന്ദ്ര പദ്ധതി പഞ്ചായത്ത് സെ പാർലമെന്റ് 2.0. ഗോത്ര സമരനായകനായ ബിർസ മുണ്ടയുടെ 150ാമത് ജന്മവാർഷികത്തോടനുബന്ധിച്ച് ആരംഭിച്ച കേന്ദ്ര പദ്ധതി പഞ്ചായത്ത് സെ പാർലമെന്റ് 2.0. രാജ്യത്തുടനീളമുള്ള പഞ്ചായത്തി രാജ് സ്ഥാപനങ്ങളിൽ നിന്നുള്ള പട്ടികവർഗ വനിതാ പ്രതിനിധികൾക്ക് ഭരണഘടനയെയും പാർലമെന്ററി നടപടിക്രമങ്ങളെയും കുറിച്ച് അറിവ് നൽകുക എന്ന ലക്ഷ്യത്തോടെ ആരംഭിച്ച പദ്ധതി പഞ്ചായത്ത് സെ പാർലമെന്റ് 2.0. രാജ്യത്തുടനീളമുള്ള പഞ്ചായത്തി രാജ് സ്ഥാപനങ്ങളിൽ നിന്നുള്ള പട്ടികവർഗ വനിതാ പ്രതിനിധികൾക്ക് ഭരണഘടനയെയും പാർലമെന്ററി നടപടിക്രമങ്ങളെയും കുറിച്ച് അറിവ് നൽകുക എന്ന ലക്ഷ്യത്തോടെ ആരംഭിച്ച പദ്ധതി പഞ്ചായത്ത് സെ പാർലമെന്റ് 2.0. ഇന്ത്യ തദ്ദേശീയമായി നിർമ്മിച്ച 3 അത്യാധുനിക യുദ്ധക്കപ്പലുകൾ ഇത് ആദ്യമായി ഒരുമിച്ച് കമ്മീഷൻ ചെയ്തു. പേര് INS സൂറത്ത്, INS നീലഗിരി, INS വാഗ്ഷീർ. ഇന്ത്യ തദ്ദേശീയമായി നിർമ്മിച്ച 3 അത്യാധുനിക യുദ്ധക്കപ്പലുകൾ ഇത് ആദ്യമായി ഒരുമിച്ച് കമ്മീഷൻ ചെയ്തു. പേര് INS സൂറത്ത്, INS നീലഗിരി, INS വാഗ്ഷീർ. വിക്കിപീഡിയ ദിനം എന്നാണ്? ജനുവരി 15. വിക്കിപീഡിയ ദിനം എന്നാണ്? ജനുവരി 15. ഏത് ബ്രിട്ടീഷ് എഴുത്തുകാരന്റെ 75ാമത് ചരമവാർഷികത്തോടനുബന്ധിച്ചാണ് ബ്രിട്ടൻ അദ്ദേഹത്തിന്റെ സ്മരണാർത്ഥം നാണയം പുറത്തിറക്കിയത്? ജോർജ് ഓർവെൽ. ഏത് ബ്രിട്ടീഷ് എഴുത്തുകാരന്റെ 75ാമത് ചരമവാർഷികത്തോടനുബന്ധിച്ചാണ് ബ്രിട്ടൻ അദ്ദേഹത്തിന്റെ സ്മരണാർത്ഥം നാണയം പുറത്തിറക്കിയത്? ജോർജ് ഓർവെൽ.
ഗുരുവായൂരപ്പൻ ട്രസ്റ്റിന്റെ 2024 ഓടക്കുഴൽ പുരസ്കാരം നേടിയത് ആരാണ്? കെ അരവിന്ദാക്ഷൻ, നോവൽ, ഗോപ. ഗുരുവായൂരപ്പൻ ട്രസ്റ്റിന്റെ 2024 ഓടക്കുഴൽ പുരസ്കാരം നേടിയതാരാണ്? കെ അരവിന്ദാക്ഷൻ, നോവൽ, ഗോപ. ഗ്രന്ഥകാരനും മാധ്യമപ്രവർത്തകനും മുൻ കേന്ദ്രമന്ത്രിയുമായ അരുൺ ഷൂരിയയുടെ അടുത്തിടെ പുറത്തിറങ്ങിയ പുസ്തകം ദ ന്യൂ ഐക്കൺ. ഗ്രന്ഥകാരനും മാധ്യമപ്രവർത്തകനും മുൻ കേന്ദ്രമന്ത്രിയുമായിരുന്ന അരുൺ ഷൂരിയയുടെ അടുത്തിടെ പുറത്തിറങ്ങിയ പുസ്തകം ദ ന്യൂ ഐക്കൺ. യുഎസിന്റെ എത്രാമത്തെ പ്രസിഡന്റായാണ് ഡൊണാൾഡ് ട്രംപ് ജനുവരി 20 ചുമതലയേറ്റത്? 47ാമത്. യുഎസിന്റെ എത്രാമത് പ്രസിഡന്റായാണ് ഡൊണാൾഡ് ട്രംപ് ജനുവരി 20 ചുമതലയേറ്റത്? 47. അമേരിക്കയുടെ വൈസ് പ്രസിഡന്റ് ആരാണ്? ജെ.ഡി. വാൻസ്. അമേരിക്കയുടെ വൈസ് പ്രസിഡന്റ് ആരാണ്? ജെ.ഡി. വാൻസ്. യുഎസ് പ്രസിഡന്റ് ആകുന്ന ഏറ്റവും പ്രായം കൂടിയ വ്യക്തി ഡൊണാൾഡ് ട്രംപ്. യുഎസ് പ്രസിഡന്റ് ആകുന്ന ഏറ്റവും പ്രായം കൂടിയ വ്യക്തി ഡൊണാൾഡ് ട്രംപ്. സംസ്ഥാനത്തെ ഏറ്റവും മികച്ച പോലീസ് സ്റ്റേഷനുള്ള പുരസ്കാരം ലഭിച്ചത് തലശ്ശേരി പോലീസ് സ്റ്റേഷൻ. 2ാം സ്ഥാനം മട്ടാഞ്ചേരി പോലീസ് സ്റ്റേഷൻ, കൊച്ചി. 3ാം സ്ഥാനം പുന്നപ്ര സ്റ്റേഷൻ, ആലപ്പുഴ. പാലക്കാട് ടൗൺ നോർത്ത് സ്റ്റേഷൻ. സംസ്ഥാനത്തെ ഏറ്റവും മികച്ച പോലീസ് സ്റ്റേഷനുള്ള പുരസ്കാരം ലഭിച്ചത് തലശ്ശേരി പോലീസ് സ്റ്റേഷൻ. 2ാം സ്ഥാനം മട്ടാഞ്ചേരി പോലീസ് സ്റ്റേഷൻ, കൊച്ചി. 3ാം സ്ഥാനം 2 ഉണ്ട്, പുന്നപ്ര സ്റ്റേഷൻ, ആലപ്പുഴ. പാലക്കാട് ടൗൺ നോർത്ത് സ്റ്റേഷൻ. ബംഗളൂരുവിൽ പ്രവർത്തനം ആരംഭിച്ച ഗൂഗിളിന്റെ 4ാമത്തെ പ്രവർത്തന സമുച്ചയത്തിന് നൽകിയ പേര് അനന്ത. ബംഗളൂരുവിൽ പ്രവർത്തനം ആരംഭിച്ച ഗൂഗിളിന്റെ 4ാമത്തെ പ്രവർത്തന സമുച്ചയത്തിന് നൽകിയ പേര് അനന്ത. ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപുമായി നടത്തിയ ചർച്ചയെ തുടർന്ന് ഏത് മിസൈലിന്റെ സഹ ഉൽപാദനം ആരംഭിക്കുന്നതിനാണ് ധാരണയായത്? ജാവലിൻ ആന്റി ടാങ്ക് ഗൈഡഡ് മിസൈൽ. ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപുമായി നടത്തിയ ചർച്ചയെ തുടർന്ന് ഏത് മിസൈലിന്റെ സഹ ഉൽപാദനം ആരംഭിക്കുന്നതിനാണ് ധാരണയായത്? ജാവലിൻ ആന്റി ടാങ്ക് ഗൈഡഡ് മിസൈൽ. ലോകത്തിലെ ഏറ്റവും വലിയ സഫാരി പാർക്കിന് ഒരുങ്ങുന്ന ആരവല്ലി സഫാരി പാർക്ക് നിലവിൽ വരുന്നത് ഏത് സംസ്ഥാനത്താണ്? ഹരിയാന. ലോകത്തിലെ ഏറ്റവും വലിയ സഫാരി പാർക്കിന് ഒരുങ്ങുന്ന ആരവല്ലി സഫാരി പാർക്ക് നിലവിൽ വരുന്നത് ഏത് സംസ്ഥാനത്താണ്? ഹരിയാന. ഇലോൺ മസ്കിന്റെ ഉടമസ്ഥതയിലുള്ള XAI പുറത്തിറക്കിയ പുതിയ ചാറ്റ്ബോട്ട് ഗ്രോക്ക് 3. ഇലോൺ മസ്കിന്റെ ഉടമസ്ഥതയിലുള്ള XAI പുറത്തിറക്കിയ പുതിയ ചാറ്റ്ബോട്ട് ഗ്രോക്ക് 3. രാജ്യത്ത് ആദ്യമായി വീട്ടിലെത്തി ഉപയോഗശൂന്യമായ മരുന്നുകൾ ശേഖരിക്കുന്ന പദ്ധതി കേരള സംസ്ഥാന ഡ്രഗ്സ് കൺട്രോൾ വകുപ്പ് നടപ്പാക്കുന്നു. എന്താണ് പദ്ധതിയുടെ പേര്? എൻപ്രൗഡ്, ന്യൂ പ്രോഗ്രാം ഫോർ റിമൂവൽ ഓഫ് അൺയൂസ്ഡ് ഡ്രഗ്സ്. രാജ്യത്ത് ആദ്യമായി വീട്ടിലെത്തി ഉപയോഗശൂന്യമായ മരുന്നുകൾ ശേഖരിക്കുന്ന പദ്ധതി കേരള സംസ്ഥാന ഡ്രഗ്സ് കൺട്രോൾ വകുപ്പ് നടപ്പാക്കുന്നു. എന്താണ് ഇതിന്റെ പേര്? എൻപ്രൗഡ്, ന്യൂ പ്രോഗ്രാം ഫോർ റിമൂവൽ ഓഫ് അൺയൂസ്ഡ് ഡ്രഗ്സ്. ഡൽഹിയുടെ മുഖ്യമന്ത്രിയായി നിയമിതയായതാരാണ്? രേഖ ഗുപ്ത. ഡൽഹിയുടെ മുഖ്യമന്ത്രിയായി നിയമിതയായത് രേഖ ഗുപ്ത. ഡൽഹിയുടെ ഉപമുഖ്യമന്ത്രിയായി ചുമതലയേറ്റതാരാണ്? പർവേഷ് ശർമ്മ. ഡൽഹിയുടെ ഉപമുഖ്യമന്ത്രിയായി ചുമതലയേറ്റതാരാണ്? പർവേഷ് ശർമ്മ. ഡൽഹിയിൽ മുഖ്യമന്ത്രി സ്ഥാനത്തെത്തുന്ന 4ാമത്തെ വനിത രേഖ ഗുപ്ത. ഡൽഹിയിൽ മുഖ്യമന്ത്രി സ്ഥാനത്തെത്തുന്ന 4ാമത്തെ വനിത രേഖ ഗുപ്ത. സമുദ്രത്തിന്റെ അടിത്തട്ടിലേക്ക് മനുഷ്യനെ എത്തിക്കുന്നതിനുള്ള ഇന്ത്യയുടെ പദ്ധതി സമുദ്രയാൻ. സമുദ്രത്തിന്റെ അടിത്തട്ടിലേക്ക് മനുഷ്യനെ എത്തിക്കുന്നതിനുള്ള ഇന്ത്യയുടെ പദ്ധതി സമുദ്രയാൻ. സമുദ്രത്തിന്റെ അടിത്തട്ടിലേക്ക് മനുഷ്യനെ എത്തിക്കുന്നതിനുള്ള ഇന്ത്യയുടെ സമുദ്രയാൻ പദ്ധതിക്ക് വേണ്ടി അന്തർവാഹിനി നിർമ്മിച്ചത് ചെന്നൈ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഓഷ്യൻ ടെക്നോളജി. സമുദ്രത്തിന്റെ അടിത്തട്ടിലേക്ക് മനുഷ്യനെ എത്തിക്കുന്നതിനുള്ള ഇന്ത്യയുടെ സമുദ്രയാൻ പദ്ധതിക്ക് വേണ്ടി അന്തർവാഹിനി നിർമ്മിച്ചത് ചെന്നൈ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഓഷ്യൻ ടെക്നോളജി. ഫോബ്സ് മാസികയുടെ പ്രോഗ്രാമിംഗ് സ്റ്റാർട്ടപ്പ് പട്ടികയിൽ ആദ്യത്തെ 100-നുള്ളിൽ ഇടം നേടിയ മലയാളി സ്റ്റാർട്ടപ്പ് ആക്രി ആപ്പ്. ഫോബ്സ് മാസികയുടെ പ്രോമിസിംഗ് സ്റ്റാർട്ടപ്പ് പട്ടികയിൽ ആദ്യ 100-നുള്ളിൽ ഇടം നേടിയ മലയാളി സ്റ്റാർട്ടപ്പ് ആക്രി ആപ്പ്. സുസ്ഥിര മാലിന്യ നിർമ്മാർജ്ജന രംഗത്ത് പ്രവർത്തിക്കുന്ന ആപ്പിലൂടെ പാർപ്പിടങ്ങൾ, ബിസിനസ് സ്ഥാപനങ്ങൾ, വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ എന്നിവയെ അംഗീകൃത മാലിന്യ നിർമ്മാർജ്ജന സ്ഥാപനങ്ങളുമായി ബന്ധിപ്പിക്കാൻ വേണ്ടിയുള്ള ആപ്പ് ആക്രി ആപ്പ്. സുസ്ഥിര മാലിന്യ നിർമ്മാർജ്ജന രംഗത്ത് പ്രവർത്തിക്കുന്ന ആപ്പിലൂടെ പാർപ്പിടങ്ങൾ, ബിസിനസ് സ്ഥാപനങ്ങൾ, വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ എന്നിവയെ അംഗീകൃത മാലിന്യ നിർമ്മാർജ്ജന സ്ഥാപനങ്ങളുമായി ബന്ധിപ്പിക്കാൻ വേണ്ടിയുള്ള ആപ്പ് ആക്രി ആപ്പ്. ഇന്ത്യയുടെ 26ാമത് മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണറായി ചുമതലയേറ്റത് ഗ്യാനേഷ് കുമാർ. ഇന്ത്യയുടെ 26ാമത് മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണറായി ചുമതലയേറ്റത് ഗ്യാനേഷ് കുമാർ. 5 ഭൂഖണ്ഡങ്ങളെ ബന്ധിപ്പിച്ച് സമുദ്ര അന്തർശൃംഖലയൊരുക്കുന്ന മെറ്റയുടെ പദ്ധതി വാട്ടർ വർത്ത്.
5 ഭൂഖണ്ഡങ്ങളെ ബന്ധിപ്പിച്ച് സമുദ്ര അന്തർശൃംഖലയൊരുക്കുന്ന മെറ്റയുടെ പദ്ധതി വാട്ടർവർത്ത്. അടുത്തിടെ അന്തരിച്ച ഇന്ത്യയുടെ ആദ്യ തദ്ദേശ കൃത്രിമോപഗ്രഹം ആപ്പിളിന്റെ പ്രൊജക്ട് ഡയറക്ടർ രാമസ്വാമി മാണിക്യവാസകം. അടുത്തിടെ അന്തരിച്ച ഇന്ത്യയുടെ ആദ്യ തദ്ദേശ കൃത്രിമോപഗ്രഹം ആപ്പിളിന്റെ പ്രൊജക്ട് ഡയറക്ടർ രാമസ്വാമി മാണിക്യവാസകം. അടുത്തിടെ അന്തരിച്ച തസര എന്ന കൈത്തറി ഗവേഷണ കേന്ദ്രത്തിന് ലോകശ്രദ്ധ നേടിക്കൊടുത്ത നെയ്ത്ത് കലാകാരൻ വി വാസുദേവൻ. അടുത്തിടെ അന്തരിച്ച തസര എന്ന കൈത്തറി ഗവേഷണ കേന്ദ്രത്തിന് ലോകശ്രദ്ധ നേടിക്കൊടുത്ത നെയ്ത്ത് കലാകാരൻ വി വാസുദേവൻ. അടുത്തിടെ അന്തരിച്ച ഹലാക്കി നാടൻ പാട്ടുകളിലൂടെ പ്രശസ്തയായ നാടോടി ഗായികയും സുക്രജി എന്ന പേരിൽ അറിയപ്പെട്ടിരുന്ന മദ്യവിരുദ്ധ പ്രവർത്തകയും ആയിരുന്ന വ്യക്തി സുക്രി ബൊമ്മഗൌഡ. അടുത്തിടെ അന്തരിച്ച ഹലാക്കി നാടൻ പാട്ടുകളിലൂടെ പ്രശസ്തയായ നാടോടി ഗായികയും സുക്രജി എന്ന പേരിൽ അറിയപ്പെട്ടിരുന്ന മദ്യവിരുദ്ധ പ്രവർത്തകയുമായിരുന്ന വ്യക്തി സുക്രി ബൊമ്മഗൌഡ. ഇത്രയും കറണ്ട് അഫയേഴ്സ് ചോദ്യങ്ങളാണ് ഇന്ന് നമ്മൾ നോക്കിയിട്ടുള്ളത്. താങ്ക്സ് ഫോർ വാച്ചിങ്.